ഹലോ, ഗുഡ് മോർണിംഗ്. DM7 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ എണീറ്റ് രാവിലെ എണീറ്റെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു 9 മണിയെല്ലാം കഴിഞ്ഞു. കാരണം ഇന്ന് 2 പേർക്കും ഓഫീസിൽ പോകണ്ടാത്ത ദിവസമാണ്. അപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ, മടി പിടിച്ച് എഴുന്നേക്ക് ഒരു 6 മണിയാകുമ്പോഴേ അറിയും. എന്നാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും. എണീക്കാനേ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ കുറച്ച് രാവിലെ എണീറ്റപാട് തന്നെ ക്ലീനിങ്ങും പരിപാടിയായിരുന്നു ഊട്ടി കാണുന്നത്. അടിച്ചു വാരലും ഇതുണ്ട്. ഞാൻ ആദ്യമെല്ലാം മാച്ചി ഉപയോഗിച്ചു. മാച്ചി എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരുകാർ മാച്ചി എന്ന് പറയും. നിങ്ങൾ ചൂലില്ലേ, അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഇടക്കായിട്ട് ഈ ഒരു സാധനം മേടിച്ച് നല്ല രസമുണ്ട് കേട്ടോ അടിക്കാൻ. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ വീഡിയോ എടുപ്പിൻ്റെ പരിപാടിയാട്ടോ. ഒരു സ്ക്രീൻ യൂസ് ചെയ്യുന്നത് മറ്റേ എന്തായിരുന്നു, മോജില്ലേ, അതിന് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. പിന്നെ അതൊക്കെ ചറപറയിട്ടൊക്കെ ഒന്ന് നേരെ വിരിച്ചിട്ട് അങ്ങനെ ഒരുവിധം എൻ്റെ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തന്നെ സമയം 10-10:30 ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ. അതിന് മുമ്പേ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് പുറത്ത് പോകാൻ റെഡി ആയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാനില്ല. എഴുന്നേല്ല എല്ലാം എന്തൊക്കെയോ പറയുന്നു. 11 മണി എന്തോ ആയി എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴേ. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനായി. അപ്പോൾ ഒന്നും വേണ്ട, ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ ലഞ്ച് ആവുന്നത് വരെ വിശന്നിരിക്കണ്ടേ. അപ്പൊ 2 നേന്ത്രപ്പഴവും പുഴുങ്ങി 2 മുട്ടയും പുഴുങ്ങി ഓരോ ഗ്ലാസ് പാലും കുടിച്ചു. അങ്ങനെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോണം. സാറ്റർഡേ അല്ലേ, അപ്പോൾ കുറച്ച് ചിക്കനോ ഫിഷോ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ട്. 12 മണിയായി സമയം. അതുമല്ല മഴ ഭയങ്കര. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര മഴ. അതൊരു സെക്കൻഡ് പോലും സ്റ്റോപ്പ് ആവുന്നില്ല. അയ്യോ. അപ്പൊ ഒന്ന് പുറത്ത് പോയിട്ട് വാങ്ങിയിട്ടൊക്കെ വരാം. അതിന് മുമ്പ് ഒന്ന് സ്കൂട്ടി സ്റ്റാർട്ട് ആക്കണം. ഞങ്ങൾ എറണാകുളം വന്നിട്ട് ഇപ്പൊ ഒരു മൂന്നാഴ്ച ആവാനായി. പക്ഷെ ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ആക്കിയില്ല. അതിന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടാളും പറഞ്ഞോണ്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓണമൂട്, പുള്ളിമൂട്, മുണ്ടുമൂട്, പപ്പടമൂട്, പായസം മൂട് സംഭവമില്ലേ, അത് കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്ര വിളിച്ചാലും റീൽ ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടൻ വരൂല്ലേ, നീ ചെയ്ന്ന് പറയും. എന്താന്നറിയില്ല. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അത് നമുക്ക് ഒന്നിച്ച് ചെയ്യാന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്യാതെ വെയിറ്റ് ചെയ്ത് ഏട്ടനെ കാത്തിട്ട് മിക്കവാറും ഏട്ടൻ വരുമ്പോഴത്തേക്ക് പറ്റിച്ചതാ ഞാൻ വരൂ. അതിന്റെ ട്രെൻഡൊക്കെ മാറുന്ന ലക്ഷണം കാണുന്നുണ്ട്. രാത്രി പോലെ ഉണ്ടല്ലേ, ഇരുട്ട്. ഈ പണി നമ്മൾ തീർന്നിട്ട് ആ വണ്ടി ഒന്ന് അവിടെ കയറ്റി വെക്കാൻ പറ്റുമോ? കണ്ടോ, ഇവിടെ പണി നടക്കുക. ആക്ച്വലി ഞങ്ങളുടെ കാർ ഇവിടെയാ പാർക്ക് ചെയ്യുന്നത്. പണി നടക്കുന്നോണ്ട് ആ സ്റ്റാർട്ടിങ്ങിലുണ്ട് കണ്ടോ റെഡ് കാർ, രണ്ടാമത്. ഏട്ടൻ ഒന്ന് പാർക്കിങ്ങിൽ റൗണ്ട് ഒന്ന് ഓടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട്. മേത്ത് വേസ്റ്റ് വാട്ടർ ആയിരിക്കും. അപ്പൊ ഒന്ന് സ്റ്റാർട്ടാക്കി വെച്ചു. ഇനി അതിൽ കളിച്ചുകൊണ്ടിരുന്ന സമയം ഇപ്പൊ തന്നെ 1 മണിയാവാനായി. വിശക്കും. എന്ത് മഴയാന്നറിയോ, ഭയങ്കര മഴ കേട്ടോ. മുല്ലപ്പെരിയാറ് പൊട്ടുവോ? അയ്യോ മഴ. കാർമേഘം മൂടി കിരികിരി. അയ്യോ. ഇങ്ങോട്ട് കാക്കനാടേക്ക് താമസം മാറുന്നതിന് മുന്നേ ഞങ്ങള് തേവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ ആയിരുന്നു ഈ കങ്കരപ്പടി. ഇപ്രാവശ്യം കാക്കനാട് മാർക്കറ്റിലേക്ക് പോകുന്നതിന് പകരം കങ്കരപ്പടി മാർക്കറ്റിൽ പോവാന്ന് വിചാരിച്ചു. കുറേ നാളായി അങ്ങോട്ട് പോയിട്ടല്ലേ നമ്മള്.
പഴയ സ്ഥലം അല്ല, എന്തോ ഒരു നെസ്റ്റു. എന്തോരം ഓടിയതല്ലേ ഈ സ്ഥലത്തൂടെ. ഇതിലെ വന്നിട്ടല്ലേ നമ്മളെ ഇതിലൂടെ നമ്മുടെ വാക്വേ നമ്മൾ എങ്ങോട്ടൊരു കൺഫ്യൂഷൻ പറഞ്ഞില്ലേ, അതല്ലേ അല്ലേ? അല്ല, അത് നേരെ താഴോട്ട് പോകുന്നത് വാക്വേ. അതെ അതെ അതെ, അതെ അതെ. ഇവിടെ ഒരു വാക്വേ ഉണ്ട്. നമ്മൾ എപ്പോഴും അവിടെ ഒന്ന് പോകണം കേട്ടോ. ആരും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ വരുന്ന വഴിക്ക് വേണ്ടല്ലോ, വരുന്ന മഴയത്ത് വഴിക്ക് എന്ത് ചെയ്യാനാ, ആരും ഉണ്ടാവാറില്ല. അങ്ങനെ ആരും ഇങ്ങനെ അറിയപ്പെടുന്ന വാക്വയൊന്നും അല്ല. പക്ഷെ ഭയങ്കര കുറെ മരങ്ങളും പൂക്കളും കുറച്ച് ലെങ്തിലുണ്ട്. ഞങ്ങൾ അങ്ങനെ ആരും അറിയപ്പെടാത്തത് കൊണ്ട് തന്നെ, നല്ല ആരും ഇല്ലാത്തോണ്ട്, തിരക്കില്ലാത്തോണ്ട് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. പറഞ്ഞ പോലെ ഉണ്ട്, തുറന്നിട്ടുണ്ട്. ഇതാട്ടോ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നെ, മുനമ്പം പച്ചമീൻ. ഞാൻ ഓടിയിട്ട് വരാം. ഈ ഇറങ്ങുന്നിടത്തും എല്ലാം വെള്ളം, എനിക്ക് ചെരുപ്പെല്ലാം നനയുമ്പോണ്ടല്ലോ. മുമ്പോട്ടാക്കി തരട്ടെ അവിടെ. എടാ ആ കാർ അവിടെ ഇടാം. അവിടെ ഇട്ട് അത്രയും പെരുമഴത്ത് ഞാൻ എന്തോരം ഓടണം. ഞാൻ ഓടിയാ മതിടാ. കുഞ്ഞു മഴയാണെങ്കിൽ വേണ്ടിയില്ല, എന്ത് പെരുമഴയാ. ഈ സാറില്ല, ഞാൻ ഷൂ ഒന്നും അല്ലല്ലോ, വെള്ളിച്ചെരുപ്പ. പോട്ടെ, ഓട്. ദുഷ്ടാ. അങ്ങനെ അവളെ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ സേഫ് ആയിട്ടോ. ഞാൻ വന്നു കേട്ടോ ഗൈസ്. മീൻ മേടിച്ചില്ല. രണ്ടാൾക്കും ഇഷ്ടം കിളിമീനാ. കിളിമീനില്ല. പിന്നെ ഉള്ളത് എന്തൊക്കെയൊക്കെയോ, ചൂര, കേര, നങ്ക്, കൂന്തല്, ഇതൊന്നും മിസ്റ്റർ ദിനചന്ദ്രൻ കൂട്ടില്ല. അപ്പൊ പിന്നെ വാങ്ങിയില്ല. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിക്കൻ സ്റ്റാള് കാണുന്നുണ്ട്. അപ്പൊ ചിക്കൻ വാങ്ങാന്ന് വിചാരിച്ചു. മീനാകുമ്പോ പെട്ടെന്ന് പോയി പൊരിച്ചായൻ. ചിക്കൻ അല്ലേ അങ്ങനെ ഒന്ന് ചിക്കൻ മേടിക്കാൻ വേണ്ടി യൂ ടേൺ എടുത്തതാട്ടോ. അപ്പോഴാണ് ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ, റെഡ് ചില്ലീസ്. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളായി ഇവിടെ വന്നിട്ട്. അപ്പൊ ഒന്ന് ഇവിടെ കയറാന്ന് വിചാരിച്ചു. ഞങ്ങൾ നല്ലൊരു ചൂട് ബിരിയാണി വാങ്ങിയിട്ടു ഇവിടെ ചോറും മീൻ പൊരിച്ചതും കൂട്ടാൻ വേണ്ടി മീൻ മേടിക്കാൻ വന്നത് ഞങ്ങളാ. അല്ല, ഇത് മറ്റേ പുറത്തത്തെ ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല കേട്ടോ. ഇത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫുഡാണ്. നമ്മുടെ റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ കങ്ങരപ്പടിയിലുള്ള ഫേമസ് ഹോട്ടലാണ്. ഞങ്ങള് പണ്ട് ഇവിടെ താമസിച്ച സമയത്ത് ഇവിടെ ഭയങ്കര നാടൻ ഫീൽ അല്ലേ ഇവരുടെ ഫുഡ്. ഞങ്ങൾ വെറും ഒരു ഫുഡ് എന്നല്ല, ഇവരായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. ഇവിടെ ഒരു അമ്മയും 2 മക്കളും 2 ഏട്ടന്മാരും കൂടെ നടത്തുന്നത്. അവരായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റാ. ഒരു ഫുഡ് വാങ്ങുന്നത് മാത്രല്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് വെറുതെ ഇല്ലാത്ത പാസ് ചെയ്യാണെങ്കിൽ അമ്മേനോട് പോയി മിണ്ടുവെല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെ അവിടെ നല്ല ചൂട് ഇലയിൽ പൊതിഞ്ഞ ബിരിയാണി മേടിച്ചു. എന്നിട്ട് മീൻ വാങ്ങാതെ തിരിച്ചു പോവാ. Mr. Dinachandran? Yes, Madhu Dinachandran. Tell me something. What should I say? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? അടിപൊളിയായിരുന്നു. ധനനഷ്ടം, മാനനഷ്ടം, കാശ്. ചെന്ന് തലവേദന എടുത്തു. നമുക്കിത് ഇതാട്ടോ നമ്മ പറഞ്ഞ റെഡ് ചില്ലീസിലെ ബിരിയാണി. നല്ല വാഴയിലയില്. നമ്മളെപ്പോഴും അങ്ങനെ കേട്ടോ, ഒന്ന് വാക്കും. വാട്ടിയ വാഴലരുടെ മണോ പണ്ടത്തെ അമ്മയെല്ലാം പൊതിഞ്ഞിരുന്ന ഓർമ്മ വരാം. അപ്പൊ കഴിച്ചിട്ട് ബാക്കി വീഡിയോ പിടിക്കുന്നതായിരിക്കും. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു ടീ ഒക്കെ കുടിച്ച് ഇപ്പൊ ഈ ഹാപ്പി ആയി തുള്ളിച്ചാടി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ താമസിച്ച ഇടമൊക്കെ കാണിച്ചല്ലോ. അപ്പൊ അവിടുത്തെ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ 3 ഫാമിലി ഭയങ്കര ക്ലോസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി 3 ഫാമിലി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഒരു ഫാമിലി പോലെ ആയിരുന്നു. ഉല്ലാസേട്ടനും അനുവേച്ചി സായിക്കുട്ടനും, അതേപോലെ തന്നെ വിനീതേട്ടനും അമ്മുവേച്ചി ഉണ്ണിക്കുട്ടി, പിന്നെ അമ്മുവേച്ചിയുടെ അമ്മയും, പിന്നെ ഞാനിതിനുമായിട്ട്. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ 3 പേരും 3 ഇടത്തായി.
ഉണ്ണിയേട്ടൻ ജോലി സംബന്ധമായിട്ട് കോട്ടയത്തേക്ക് പോയി. പക്ഷെ ഉല്ലാസേട്ടൻ്റെ ഫാമിലി ഇവിടെ 4 കിലോമീറ്ററിൽ തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് 1.5 വർഷമായിട്ട് അവർ 3-4 പ്രാവശ്യം ഇങ്ങോട്ട് വന്നു. അപ്പം ഇന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ സായൂട്ടിന് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയതാട്ടോ. ഇതിനോട്ടം വന്നില്ല, ഞാൻ മാത്രം കയറി. ഭയങ്കര മഴയായതുകൊണ്ട് ഇതിനോട്ടം കാറിൽ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി അത് ബില്ല് ചെയ്യുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. മഴക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ, ആ ശക്തിയൊക്കെ ഒന്നങ്ങ് കുറഞ്ഞു. ഇതുണ്ടോ ഈ ഒരു ഏരിയ, ഇത് കുറച്ച് ഉള്ളിലോട്ടാണ്, പക്ഷെ ഒരു കാമായിട്ടുള്ള ഏരിയ. ഒരുപാട് വില്ല പ്രൊജക്റ്റും അതുപോലെ തന്നെ സിംഗിൾ വീടുകളും ഒരുപാടുണ്ട് കേട്ടോ. ഒരു പോഷ് ഏരിയ ആണ്, പക്ഷെ ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ടാന്നേ ഉള്ളൂ. ഇതാ അങ്ങനെ നമ്മളിവിടെ റീച്ചായി. ഈ കാണുന്ന വീടാണ് നമ്മുടെ ഉല്ലാസേട്ടൻ്റെ. ഫോട്ടോ എടുക്കുന്നത് പണ്ട് നിങ്ങൾ ഫോട്ടോ എടുത്താ എനിക്ക് ക്ഷണം മാറിയിട്ടില്ല അതിന്റെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സായൂട്ടൻ. ആളപ്പുറത്തെ വീട്ടിലെ കളിക്ക് ഇപ്പൊ വരൂ കേട്ടോ. ഞാൻ ഫോട്ടോയിൽ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു. കളിയൊക്കെ കണ്ടു വന്നതാണ്. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ 3 ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ഒരു ഫാമിലി നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയേട്ടനും അമ്മുവച്ചി, അമ്മയും ഉണ്ണിക്കുട്ടിയും. അപ്പോൾ അവരെ വീഡിയോ കോളിൽ നമ്മളെല്ലാവരും സംസാരിക്കുന്നതായിട്ടേ കാണുന്നത്. ഇതായിട്ട് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടി. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിക്കായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയപ്പോൾ അവരെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരേ ഇരുന്നുള്ളൂ, അനുവദിച്ച് ഇരുന്നില്ല. നിങ്ങൾ ചൂടോടെ കഴിക്കുന്നു. ഒറ്റ നല്ല ടേസ്റ്റുള്ള മസാല ദോശയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ചൂടോടെ ഓരോരാൾക്കും ചുട്ട് തരുമായിരുന്നു. ഇരിക്കുന്ന ഒറ്റ ചേച്ചി കേൾക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ ചേച്ചി ഇരുന്നു. ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞ്, കാരണം അത്രയും നാളായില്ല, ഞങ്ങൾ 1.5 വർഷമായി. ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ ലാസ്റ്റ് വന്നത്. ഇത്ര അടുത്തായിട്ടും പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ട്. അപ്പം എൻ്റെ ട്രൈപ്പോഡ് ഞാൻ മറന്നു പോയി, അത് എനിക്ക് സായൂട്ടം കൊണ്ട് തരുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ എല്ലാവരും ഒരു യാത്ര പറഞ്ഞിറങ്ങി. പെട്ടെന്ന് ഇങ്ങനെ എന്തോ പോലെ ഭയങ്കര ജോളിയായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ അതാ ഫ്ലാറ്റിലെത്തിയ സമയം 12 മണിയായിട്ട് മടുത്തു. ഇനി നേരെ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.